കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിരുന്നു. ഇത് അടുത്തൊരു വേറെ ഒരു സ്റ്റെയർ കേസിൻ്റെ വർക്കാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഏകദേശം 14 അടി നീളത്തിന് 2 ബീം ഞങ്ങൾ മുറിച്ച് 3 സ്ക്വയർ ട്യൂബ് ഞങ്ങൾ മുറിച്ച് ഏറ്റവും മേളിൽ ടോപ്പിൻ്റെ ലെവൽ ഞങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ആ ടേപ്പറിനനുസരിച്ച് ഞങ്ങളത് 2 പീസ് ഞങ്ങൾ മുറിച്ച് ഏകദേശം 27 ഇഞ്ച് ഉള്ളളവാണ് അതിനകത്ത് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഏകദേശം ആ ടേപ്പിന് ഞങ്ങൾ 27 ഇഞ്ചിനാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ വീതി നീളം എന്ന് വെച്ചാൽ 27 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളം 27 ഇഞ്ച് നീളവുമാണ് ഞങ്ങൾ ആ സ്റ്റെപ്പിന് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സ്റ്റെപ്പിൻ്റെ അനുസരിച്ച് ഞങ്ങൾ മുകളിലത്തെ സ്റ്റെപ്പ് ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെക്കണം. ഇപ്പം ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നത് അവിടെയല്ല ഞങ്ങളത് പിടിപ്പിക്കാൻ നിൽക്കുന്നത്, നേരെ അതിൻ്റെ അങ്ങേപ്പുറത്ത് മാറ്റി വെക്കാൻ വേണ്ടിയാണ്. ഞങ്ങളത് മൊത്തം പ്ലേറ്റ് അടിച്ച് ഫിക്സ് ആക്കിയില്ല. അത് പ്ലേറ്റ് അടിച്ച് ഫിക്സ് ആക്കാതെ ഞങ്ങളത് സ്ക്വയർ ട്യൂബ് മുറിച്ച് ഞങ്ങളത് ടേപ്പറും എല്ലാം മുറിച്ച് ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് പൊക്കിയെടുത്ത് അങ്ങേ സൈഡിലോട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കാനുണ്ട്. ആദ്യമേ ഞങ്ങൾക്ക് അതിന് മുകളിലാണെങ്കിൽ ഓടിൻ്റെ ഒരു വർക്കുണ്ട്. ഓടിൻ്റെ വർക്ക് ഞങ്ങൾ വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ്. ആ ഓടിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി മേലോട്ട് കയറാൻ ഏണി വെച്ച് കയറുന്നതിന് ഞങ്ങൾ ആദ്യമേ സ്റ്റെപ്പ് ഞങ്ങൾ ഉണ്ടാക്കി. അവിടെ ഒരു സ്റ്റെപ്പ് വേണ്ടിയതാണ്. ഞങ്ങളെന്നാലും ഒരു സ്റ്റെപ്പ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ വയ്ക്കുക. ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 27 നീളം 10 ഇഞ്ച് വീതിയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അത് 1:1 സ്ക്വയർ ട്യൂബ് മാത്രമാണ് ഞങ്ങളത് അടിച്ചിരിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ 1.25 ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിന് 10 ഇഞ്ച് നീളത്തിൽ മുറിച്ച് ഞങ്ങളത് 1:1 സ്ക്വയർ ട്യൂബ് അതിനകത്ത് വെച്ച് ഞങ്ങൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ 2 ബീം ഞങ്ങൾ മേളിൽ നിന്ന് താഴോട്ട് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വെച്ച് ഞങ്ങൾ സ്പോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ സ്പിരിറ്റ് ലെവൽ വെച്ചത് കറക്റ്റ് റെഡിയാക്കിയിട്ട് ഏകദേശം പൊക്കം നമുക്കൊരു 7 ഇഞ്ച് അല്ലെങ്കിൽ 7.5 ഇഞ്ചോളം നമുക്ക് സ്റ്റെപ്പിൻ്റെ പൊക്കം നമുക്ക് കിട്ടുന്നുണ്ട്, ഹൈറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ആ ഭാഗം എല്ലാം തേച്ചുകൊണ്ടിരിക്കുന്നത്, മേസ്തിരിമാരുടെ തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്താണ് ഞങ്ങൾക്ക് അത് വെക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങളതെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ച് വെൽഡ് ചെയ്തതിന് ശേഷം അത് പൊക്കിയെടുത്ത് 2 പേർ വലിയ വെയിറ്റൊന്നുമില്ല, 2 പേര് മതി. അത് മുകളിലും താഴെ നിന്ന് 2 പേര് പൊക്കിയെടുത്ത് അപ്പുറത്തോട്ട് വെച്ചാൽ മാത്രം മതി. ഇപ്പം ഞങ്ങൾ ആ കറക്റ്റ് അളവിനനുസരിച്ച് സ്പിരിറ്റ് ലെവലൊക്കെ വെച്ച് ഞങ്ങൾ കറക്റ്റ് ലെവൽ നോക്കി ഞങ്ങളത് വെച്ച് സ്പോട്ട് ചെയ്ത് അത് ഇപ്പോൾ ഏകദേശം മേളിലത്തെ ഇനി 2 സ്റ്റെപ്പ് കൂടെ വെച്ചാൽ മതി. അവിടം വരെ ഞങ്ങളുടെ സെറ്റിംഗ് എല്ലാം തീർന്നിരിക്കുകയാണ്. ശരിയാണോ? ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾക്ക് ഓടിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇതൊരു വല്ലാത്തൊരു രീതിയിലാണ് നമ്മുടെ ഈ വീടിൻ്റെ ഷേപ്പ് കിടക്കുന്നത്. ഒരു സൈഡ് ഒത്തിരി മൂല ഇറക്കാനുണ്ട്. അതിൻ്റെ ഇങ്ങേപ്പുറത്താണ് ഞങ്ങൾ വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ അതിനകത്ത് ഹാൻഡ് റെയിൽ ഓടിക്കാനുണ്ട്. അത് 1 ഇഞ്ചിൻ്റെ 1:1 സ്ക്വയർ ട്യൂബ് തന്നെയാണ് ഞങ്ങളത് ഹാൻഡ് റെയിൽ പിടിക്കും. ഒരു സൈഡ് മാത്രമേ ഹാൻഡ് റെയിൽ ഞങ്ങൾ പിടിപ്പിക്കുന്നുള്ളൂ. കാരണം ഒരു സൈഡ് ഭിത്തി ഉള്ളതുകൊണ്ട് അങ്ങനെ അതിനകത്ത് പ്രത്യേകമായിട്ട് ഒരു
ഹാൻഡ് റെയിൽ പിടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ഒരു സൈഡിലെ ഞങ്ങൾ ഹാൻഡ് റെയിലും പിടിപ്പിക്കുന്നുള്ളൂ. ഇപ്പം സ്റ്റെപ്പ് കംപ്ലീറ്റ് ഞങ്ങൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ വെൽഡിംഗ് എല്ലാം ഇവിടെ ഏകദേശം തീരാറായി. താഴെ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഞങ്ങൾക്ക് പിടിപ്പിക്കാനുണ്ട്. ആ സ്റ്റെപ്പും കൂടെ ഞങ്ങൾക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിയെല്ലാം ഇവിടെ തീരുകയാണ്. ആ സ്റ്റെപ്പിൻ്റെ പൊക്കം ഞങ്ങൾ 7 ഇഞ്ചാണ് ഞങ്ങൾ കൂടി 7.25 ഇഞ്ചോ അങ്ങാണ്ടാണ് ആ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ അളന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ ആ സ്റ്റെപ്പ് ഞങ്ങളത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതുകൂടെ ഞങ്ങൾ വെൽഡ് ചെയ്യും. ഇനി അടുത്ത ഞങ്ങൾ ചെയ്യുന്നത് അതിന് പിടിച്ച് മണ്ടയ്ക്കോട്ട് കയറാൻ വേണ്ടി പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പിടിച്ച് കയറാൻ വേണ്ടി ഒരു സൈഡിൽ മാത്രം ഹാൻഡ് റെയിൽ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഒരു സൈഡിലെ ഹാൻഡ് റെയിലിൻ്റെ ആ കാല് ഞങ്ങൾ നാട്ടുകയാണ്. 80 സെൻറ്റിമീറ്ററാണ് 80 സെൻറ്റിയാണ് ഞങ്ങളത് കാല് മുറിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാല് ഞങ്ങൾ താഴെ മുറിച്ചു, അതിൻ്റെ ടേപ്പറിനനുസരിച്ച് മുറിച്ച്. ഇനി മേളിൽ ഞങ്ങൾക്കത് പിടിപ്പിക്കാനുണ്ട്. ആ മേളിലും പിടിപ്പിച്ച് ആ നടുക്ക് ഒരു പീസ് കൂടെ, അങ്ങനെ 3 കാല് കൊടുത്തിട്ട് നടുക്കൂടെ മണ്ടയ്ക്കൂടെ ഒരു ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ഓടിക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കൂടെ ഒരു ലൈൻ ഓടിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ 3 കാല് ഞങ്ങൾ പിടിപ്പിച്ച് അതിൻ്റെ മണ്ടയ്ക്കൂടെ മെയിൻ പിടിച്ച് കയറാൻ വേണ്ടി ഒരു സ്ക്വയർ ട്യൂബ് ഞങ്ങൾ മണ്ടയ്ക്കൂടെ ഞങ്ങളത് ഒരു പീസ് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇനിയും ചെയ്യാനുള്ളത് ഇനിയിപ്പം ഇടയ്ക്കൂടെ ഒരു പീസും കൂടെ ഞങ്ങൾക്ക് മെളിയും താഴോട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ഒരു ലൈനോട് ഓടിക്കാനുണ്ട്. അത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസിൻ്റെ പണികൾ ഇവിടെ ഏകദേശം എല്ലാം തീരും. ഇനി അതിനകത്ത് പെയിൻറ്റിങ് ഉണ്ട്, അതിനകത്ത് ചെയ്യാനുണ്ട്. സ്റ്റെപ്പൊക്കെ നേരത്തെ പെയിൻറ്റൊക്കെ ചെയ്തുകൊണ്ടാണ് വന്നത്, അതുകൊണ്ട് സ്റ്റെപ്പിന് അങ്ങനെ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം പെയിൻറ്റ് വെൽഡ് ചെയ്തെടുത്തല്ല, ഞങ്ങൾക്കൊന്ന് ടച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ സ്റ്റെയർ കേസിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൈഡും ഇനി സ്റ്റെപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ട്. സ്റ്റെപ്പിൻ്റെ വെൽഡ് ചെയ്തെടുത്ത് ഞങ്ങൾക്ക് ടച്ച് ചെയ്യേണ്ട. ആ ടച്ചും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റെയർ കേസിൻ്റെ പണിയെല്ലാം ഇവിടെ തീരുകയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ്. ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ഇതിൻ്റെ മേളിലാണ് ഈ സ്റ്റെയർ കേസിൻ്റെ വെച്ചിരിക്കുന്നതിൻ്റെ ടോപ്പിൽ ഞങ്ങൾ ഓടിൻ്റെ വർക്കുണ്ട്. ആ വർക്കും ഞങ്ങൾ 2 ആഴ്ചക്കകം ഞങ്ങളതിവിടെ ഇടുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ബൈ.